പത്തനംതിട്ട കൊടുമൺ ഓട അലൈൻമെന്റ് വിഷയമാണ് സംഗതി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊടുമൺ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. നിലവിലെ അലൈൻമെന്റ് തീരുമാനിച്ചതിൽ ഉന്നതതല ഇടപെടൽ നടന്നതായി കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ പ്രതിഷേധം മറികടന്ന് ഓട നിർമ്മാണം തുടരാനാണ് സർക്കാരിന്റെ തീരുമാനം. റിപ്പോർട്ട്. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കൊടുമണ്ണിലെ കെട്ടിടത്തിന് മുന്നിലെ ഓടയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്നാണ് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നത്. എന്നാൽ കെട്ടിടത്തിന് മുന്നിൽ അലൈൻമെന്റ് പ്രകാരം റോഡിന് ഓട ഉൾപ്പെടെ 12 മീറ്റർ വീതിയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഈ അലൈൻമെന്റ് നിശ്ചയിച്ചതിൽ ഉന്നതതല ഇടപെടൽ നടന്നതായാണ് കോൺഗ്രസിന്റെ നിലവിലെ ആരോപണം. ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന് സമീപമുള്ള റോഡരികിലെ ട്രാൻസ്ഫോമർ അലൈൻമെന്റിൽ നിന്നും ഒഴിവാക്കിയത് ഉന്നതതല ഇടപെടൽ മൂലമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. അലൈൻമെന്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ മന്ത്രിയുടെ വീട് കെട്ടിടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അലൈൻമെന്റിൽ വളമുണ്ടാക്കി. അലൈൻമെന്റ് ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി നേതാവിന്റെ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങൾ നാട്ടുകാർ ജനങ്ങൾക്കൊപ്പമാണ്, പക്ഷെ ഞങ്ങൾക്ക് വികസനവും വേണം. വികസനം അതിന്റെ മറവിൽ ഇവിടെ മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടം സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ സമരവുമായി രംഗത്ത് വന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ ആ സമരത്തെ പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായി ഞങ്ങളതിനെ നേരിടും. യാതൊരു മാറ്റവും ഇല്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. കോൺഗ്രസിന്റെ പ്രതിഷേധം മറികടന്ന് ഓടയിലെ വെള്ളം വറ്റിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ്. നിലവിലെ അലൈൻമെന്റ് പ്രകാരം തന്നെ റോഡ് ഓട നിർമ്മാണം തുടരാനാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ തീരുമാനം. പൊതുമരാമത്ത് വകുപ്പിന്റെ തീരുമാനത്തെ പിന്തുണച്ച് ഡിവൈഎഫ്ഐയും രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രതിഷേധത്തെ പോലീസ് അടിച്ചൊതുക്കുന്നു എന്നാരോപിച്ചാണ് ഇന്ന് കൊടുമൺ പോലീസ് സ്റ്റേഷനിലേക്ക് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ഇന്നലെ സ്ഥലത്ത് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. റിപ്പോർട്ടർ, പത്തനംതിട്ട. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൊടുമണ്ണിൽ കൊടികുത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. പ്രവീൺ, നമ്മളുടെ അളവെടുപ്പൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. അക്കാര്യത്തിൽ ഒരു പ്രശ്നം അവസാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ആ അലൈൻമെന്റിൽ കാര്യമായ വ്യത്യാസം വന്നില്ല എന്ന് നമ്മൾ അളന്നു. ഒന്ന് പാർട്ടി ഓഫീസും ഒന്ന് ഈ ജോർജ് ജോസഫിന്റെ, വീണ ജോർജിന്റെ ഹസ്ബൻഡിന്റെ പ്രദേശവും. അതിലൊരു കാര്യം, ഇപ്പോഴും വീണ്ടും കോൺഗ്രസ് എന്തിനാണ് ഇനി സമരത്തിന് പോകുന്നത്? ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഓഫീസ് ഇരിക്കുന്നത് പുറമ്പോക്കിലാണ് തുടങ്ങിയ കാര്യങ്ങൾ മറുപക്ഷവും ഉന്നയിച്ചിരുന്നു. ആ നീക്കത്തെ തടയിടാൻ വേണ്ടിയാണോ കോൺഗ്രസിൻ്റെ നീക്കം? പ്രവീൺ പുരുഷോത്തമൻ. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും കോൺഗ്രസ് ഈ വിഷയത്തെ വിടാനുള്ള ഭാവമില്ല. അവർ തുടർ സമരങ്ങളുമായി പോവുകയാണ്. ഇന്നിപ്പോൾ ഈ പ്രദേശത്ത് കോൺഗ്രസ് ഒരു സമരം നടത്തും എന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കൊടുമൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ സമരം നടത്തുക. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ആ കെട്ടിടം ഇരിക്കുന്ന പുരയിടത്തിന്റെ മറുവശത്തെ പുരയിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ആ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്താണ് ഈ റോഡിന്റെ ഓട നിർമ്മാണവും പുരോഗമിക്കുന്നത്. ഇത് എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം കമ്മിറ്റി ഓഫീസും ഇരിക്കുന്നത്. അത് ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ഈ എല്ലാ ഘടകങ്ങളും ഒന്നിച്ചു വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഏതായാലും ഇന്ന് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു സമരത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ അവിടെ സമരം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിരുന്നു. പിന്നീട് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വമൊക്കെ എത്തിയാണ് വൈകിട്ടോടെ ഈ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പോലീസ് വിട്ടയച്ചത്. സർക്കാരിന്റെ തീരുമാനം ഏതായാലും ഈ ഓട നിർമ്മാണം നേരത്തെ നിശ്ചയിച്ച അലൈൻമെന്റ് പ്രകാരം തന്നെ നടത്തുമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ അളന്നപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന്റെ മുന്നിൽ റോഡിന്റെ വീതി അവിടെ 12 മീറ്റർ നിശ്ചയിച്ച പ്രകാരം തന്നെയുണ്ട്. അതിൽ 17 മീറ്ററാണ് അവിടെ എടുത്തിട്ടിരിക്കുന്നത്. 12 മീറ്ററിൽ തന്നെ അവിടെ റോഡ് ഉൾപ്പെടെ ഓട നിർമ്മാണവും ഇപ്പോൾ പുരോഗമിക്കുന്നതെന്ന് തന്നെ പറയാം. ഇന്നലെ ഓടയിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്തനംതിട്ടയിൽ ശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഓടയൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. ആ ഓടയിൽ നിന്നും വെള്ളം മാറ്റാൻ അവിടെ ജോലിക്കാർ എത്തിയിരുന്നു. അത് കോൺഗ്രസ് പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. കാരണം നേരത്തെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടിയൊരു യോഗം ചെയ്തിരുന്നു. ആ യോഗത്തിൽ ഒരു തീരുമാനമായത് ഈ തർക്കമുള്ള പ്രദേശത്ത് തൽക്കാലം അവിടെ ഓട നിർമ്മാണവും റോഡ് നിർമ്മാണവും നിൽക്കട്ടെ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റോഡ് നിർമ്മാണം പുരോഗമിക്കട്ടെ, പിന്നീട് കൂടിയാലോചനകൾക്ക് ശേഷം ഈ തർക്കമുള്ള സ്ഥലത്ത് നിർമ്മാണം തുടരാമെന്നാണ് നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം എടുത്തിരുന്നത്. പക്ഷേ ഇന്നലെ ഈ ഓടയിൽ നിന്നും വെള്ളം മാറ്റുന്ന ജോലികൾ അവിടെ തുടങ്ങിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുകയും ഈ യോഗത്തിൽ നിശ്ചയിച്ച പ്രകാരമുള്ള
കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. തങ്ങളുടെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് അവിടെ ഈ ഓട നിർമ്മാണം നടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ വിടാനുള്ള ഭാവമില്ല. ഒപ്പം തന്നെ ഈ സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമി അളക്കൽ ജോലികളും ഇനി തുടർ ദിവസങ്ങളിൽ ഉണ്ടാകും. ഇത്രയും ദിവസമായിട്ടും ഈ കോൺഗ്രസ് ഇരിക്കുന്ന ആ ഭൂമി അളക്കാനോ അല്ലെങ്കിൽ ഈ വിവാദമായിട്ടുള്ള മന്ത്രി വീണ ജോർജിന്റെ ഹസ്ബൻഡിന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിന് മുൻവശത്തെ റോഡിന്റെ വീതി അളക്കാനോ ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടില്ല. ഇനി വരും ദിവസങ്ങളിലായിരിക്കും ഈ തുടർ നടപടികൾ ഉണ്ടാവും. ഒപ്പം തന്നെ ഈ റോഡിന്റെ നിർമ്മാണം എവിടെയൊക്കെയാണ് നടക്കുന്നത് അവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള ഭൂമി പരിശോധനയും നടക്കും. ഓക്കെ, പ്രവീൺ പുരുഷോത്തമനാണ് കൊടുമണ്ണിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.